ഒക്ടോബർ 15 കന്യകയും വേദപാരംഗതയുമായ ആവിലയിലെ വിശുദ്ധ ത്രേസ്യായുടെ തിരുനാളിൽ ആഗോള സഭ. നവീകൃത കർമ്മലിത്ത സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്ന ത്രേസ്യ സ്പെയിനിലെ ആവില എന്ന നഗരത്തിൽ AD 1515 മാർച്ച് 28 ജനിച്ചത്. പിതാവ് അൽഫോൺസ് സാഞ്ചസ് ഒരു കുലീന കുടുംബാംഗമായിരുന്നു. ത്രേസ്യയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ മുഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അവൾ പുറപ്പെട്ടു. മാർഗമധ്യേ ഇളയച്ചൻ കാര്യം ഗ്രഹിച്ച് അവളെ തിരികെ കൂട്ടിക്കൊണ്ടുപോന്നു. എനിക്ക് ദൈവത്തെ കാണണം, അതിനു മുമ്പ് മരിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. ത്രേസ്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ അഹൂത മരിച്ചു. ക്രമേണ ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വന്നു. വളരെയേറെ കാൽപ്പനിക കഥകൾ അവൾ വായിച്ചു കൂട്ടി. ഒരു അയൽക്കാരിയുടെ പ്രചോദനത്തിൽ ത്രേസ്യ തലമുടി ചുരുട്ടാനും സുരഭില തൈലം പൂശാനും തുടങ്ങി. ഒരു സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടി ഒരു തവള ഇഴഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ ത്രേസ്യയ്ക്ക് തോന്നി സർവേശ്വരന് ഈ സ്നേഹബന്ധം ഇഷ്ടമല്ലെന്ന്. വിശുദ്ധ ജെറോമിന്റെ കുറെ എഴുത്തുകൾ അവൾ വായിച്ചു. പ്രാർത്ഥനയാണ് കൃപാവരത്തിലുള്ള വാതിലെന്ന് അവൾ ഗ്രഹിച്ചു. 18ാമത്തെ വയസ്സിൽ പിതാവ് എതിർത്തുവെങ്കിലും ത്രേസ്യ കർമ്മലിത്ത സഭയിൽ ചേർന്നു. വ്യർത്ഥമായ സംഭാഷണങ്ങൾ നിമിത്തം ആരംഭത്തിൽ ആധ്യാത്മിക ജീവിതം ശുഷ്കമായിരുന്നു. 31ാമത്തെ വയസ്സിൽ അവൾ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. തന്റെ ജ്ഞാനപിതാവായ വിശുദ്ധ അൽക്കാന്തയോടും വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയയോടും ആലോചിച്ച് ദൈവനിവേശ പ്രകാരം 1561 46ാമത്തെ വയസ്സിൽ കർമ്മലിത്ത സഭയുടെ നവീകരണത്തിനായി അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോടുകൂടെ പുരുഷ വിഭാഗവും അവൾ നവീകരിച്ചു. അങ്ങനെ നിഷ്പാദുക കർമ്മലിത്ത സഭ ആരംഭിച്ചു. തന്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലിത്ത നിഷ്പാദുക കന്യാസ്ത്രീകൾക്കായുള്ള 17 മഠവും പുരുഷന്മാർക്കായി 15 ആശ്രമവും അവൾ സ്ഥാപിച്ചു. 18 കൊല്ലത്തെ ആധ്യാത്മിക ശുഷ്കതയ്ക്ക് ശേഷം സമന്വിത പ്രാർത്ഥനാ രീതിയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു. ദൈവനിവേശങ്ങളും ഭൗതിക അനുഭവങ്ങളും സാധാരണമായി ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. സ്വയംകൃത ചരിതം, സുഹൃത സരണി, ആഭ്യന്തര ഹർമ്മ്യം എന്നീ വിശുദ്ധയുടെ ഗ്രന്ഥങ്ങൾ ഉയർന്ന പ്രാർത്ഥനയെ പറ്റിയുള്ള പ്രതിപാദനങ്ങളാണ്. 1559 ഒരു സാപ്പൻ മാലാഖ അവളുടെ ഹൃദയം ഭേദിച്ചുവെന്ന് പറയപ്പെടുന്നു. 1582 ഒക്ടോബർ 4 ഈശോയുടെ ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. 1970 സെപ്റ്റംബർ 27 സിയന്നായിലെ കത്രീനയോടൊപ്പം വേദപാരംഗതയെന്ന് അവൾ നാമകരണം ചെയ്യപ്പെട്ടു. ആവിലയിലെ വിശുദ്ധ ത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.